കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി പരാതി. ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷിയുടമ മനോജ് ആവശ്യപ്പെട്ടു. കോട്ടപ്പടി പഞ്ചായത്തിലെ കൂവക്കണ്ടം ഭാഗത്താണ് പുലർച്ചെ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. മനോജ് എന്ന കർഷകന്റെ 200ഓളം വാഴ, 1/2 ഏക്കറോളം പൈനാപ്പിൾ, 500ഓളം ചക്ക, ഫെൻസിംഗ്, കയ്യാലകൾ മുതലായവയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ലക്ഷങ്ങളുടെ നാശനഷ്ടം അനുഭവപ്പെട്ട മനോജ് ആവശ്യപ്പെട്ടു. എനിക്കിവിടെ കഴിഞ്ഞ ദിവസം ആന വന്ന് കയറിയിട്ട് ഒരു 600 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. എനിക്ക് അത് കാരണം ഞാനത് കൊക്കോയും വാഴയും വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ അതിനോട് ചേർന്നുള്ള പ്രദേശത്തെ പ്ലാവിൻ്റെ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. ആ തോട്ടത്തിലെ കംപ്ലീറ്റ് ഒരു 500 ചക്കെങ്കിലും ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പം ഇത്രയും ഇത് കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്ത് ഫെൻസിങ്ങിലേക്ക് മരം മറിച്ച് അടിച്ച് ആ ഫെൻസിങ് എല്ലാം നശിപ്പിച്ചു. കയ്യാലകൾ മുഴുവൻ ചവിട്ടി നിരപ്പാക്കി. ഇതിൻ്റെ നഷ്ടം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. വനം വകുപ്പിൽ നിന്ന് അതിൻ്റെ ഇത് വേണം, സർക്കാരിൽ നിന്ന് അതിൻ്റെ സഹായം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നാശനഷ്ടം സംഭവിക്കുന്ന കർഷകന് ആനുപാതികമായ തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂറ്റ് എന്നിവർ പറഞ്ഞു. ദിവസങ്ങളായിട്ട് തന്നെ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് കാണുമ്പോൾ വലിയൊരു സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പാരമ്പര്യമായിട്ട് തന്നെ ഇവരുടെ പറമ്പിലും പണിക്കാരുടെ കൂടെ തന്നെ 2 പേരും ഈ മനോജിൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ മാഷുമാരാണ്. അവരും ഈ കുടിയിൽ നന്നായി പണിയെടുക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മനോജും ഫുൾ ടൈം ഇതിൽ എല്ലാവരും കൂടെ പണിക്കാരുടെ കൂടെ നിന്നുകൊണ്ട് പരിപാലിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ പ്രദേശത്ത് വലിയ രാത്രിയിലൊക്കെ എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടത്തോടു കൂടി പറയുന്നത് വലിയൊരു നഷ്ടമാണ് വന്നിട്ടുള്ളത്. വന്യജീവികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ. ആ രീതിയിലുള്ള വളരെ കർഷകരെ വളരെ വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാർക്ക് ധർമ്മം കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,